ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ നമുക്ക് ഹന്നായെയും എൽക്കാനെയും അതേപോലെ തന്നെ ശമൂവേൽ ബാലനെയും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ഹന്നായുടെ ആദ്യജാതനായ ശമൂവേലിനെ കുറിച്ച് 2-ാം അധ്യായത്തിൽ അനുഗ്രഹീതമായ നിരവധി പരാമർശങ്ങൾ കാണുവാൻ കഴിയുന്നു. ഒന്ന്, ശമൂവേൽ ബാലൻ്റെ വളർച്ച യഹോവയുടെ സന്നിധിയിൽ ആയിരുന്നു എന്നുള്ളതാണ്. അതെത്രമാത്രം വാഞ്ചിതമായ വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വളരേണ്ടത്. അതവരെ ദൈവഭക്തരാക്കി തീർക്കും. രണ്ടാമതായിട്ട് നാം ഓർത്തത് ശമൂവേൽ ബാലൻ്റെ ബാല്യകാല അനുഭവങ്ങൾ ഏലി പുരോഹിതനോടൊപ്പം ആയിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിരവധിയായ പ്രശ്നങ്ങളും തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ ഭാഗത്തിലേക്കല്ല, മറിച്ച് ഏലി പുരോഹിതനോടൊപ്പം ഒരു ദൈവഭൃത്യനെ കണ്ടു വളർന്നതിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ശമൂവേലിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങ് കേൾക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തെ അധികരിച്ചുള്ള 22-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. 2-ാം അധ്യായത്തിൽ നമുക്ക് ശമൂവേൽ ബാലനെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ 3-ാമത്തെ പരാമർശത്തിലേക്ക് കിടക്കാം. അത് 11-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 11-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ശമൂവേൽ ബാലൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു എന്നുള്ളത് കാണുന്നു. 18-ാം വാക്യത്തിലും അതുതന്നെ കാണുന്നു. യഹോവയുടെ സന്നിധിയിൽ അവൻ ശുശ്രൂഷ ചെയ്തു പോന്നു. പ്രിയപ്പെട്ടവരെ, ഇതത്ര അനുഗ്രഹീതമായ വിഷയമാണ്. വളർച്ച യഹോവയുടെ സന്നിധിയിൽ, ബാല്യകാല അനുഭവങ്ങൾ ഏലി പുരോഹിതനോടൊപ്പം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശുശ്രൂഷിച്ചത് യഹോവയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതിനേറെ വാഞ്ചിതമായി മറ്റൊന്നും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവം എത്ര താല്പര്യത്തോടെയാണ് ശമൂവേലിനെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന ഈ ശമൂവേൽ ബാലനിൽ എങ്ങനെയാണ് കർത്താവ് പ്രസാദിക്കാതിരിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം ആഗ്രഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായി തീരണമെന്നുള്ളതാണ്. ലോകത്തിൽ ദൈവം തരുന്ന ജോലി ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതെല്ലാം വേണ്ടതാണ്. എന്നാൽ ആദ്യം തന്നെ ലോകത്തിൻ്റെ ചിന്തകളും അവരുടെ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ അവരുടെ ഹൃദയത്തിൽ ലോകത്തെ സേവിക്കുക, ധനമുണ്ടാക്കുക, ലോകപ്രകാരം വലിയവരാകുക എന്നുള്ള ചിന്ത കൊടുക്കുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന വിഷയമല്ല. മറിച്ച് അവനെക്കുറിച്ച്, അവളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വേലയാണെങ്കിൽ ആ കർത്താവിൻ്റെ വേലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ചിന്തകൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ആദ്യം മുതലേ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പൂർണ്ണസമയ വേലയിൽ കർത്താവ് ഒരു ദൈവ പൈതലിനെ വിളിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൾക്കും അവനും ദൈവം ഒരുക്കുന്ന ഏത് സാഹചര്യത്തിലും അവർ ജോലി ചെയ്യുമ്പോഴും ഏറ്റവും പ്രാധാന്യം കർത്താവിൻ്റെ വേലയ്ക്കാണ്. അവരുടെ ജോലികളിലൂടെ ദൈവത്തെയാണ് അവർ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ള ഉറച്ച ബോധ്യം, വചനത്തിൻ്റെ ഉത്തമ ബോധ്യം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഓരോ മാതാപിതാക്കന്മാരും ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് കൊടുക്കുവാൻ മനസ്സില്ലാതെ, ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവ് വിളിക്കുന്നെങ്കിൽ അവർ പൂർണ്ണസമയ വേലയ്ക്ക് പോകട്ടെ. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അവിടുത്തെ വേലയ്ക്ക് വിളിക്കണമേ എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കുവാൻ മനസ്സില്ലെങ്കിൽ മറ്റൊരാളെ അയക്കണമേ
എന്ന് നാം പ്രാർത്ഥിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. ദൈവത്തിന് അതിൽ പ്രസാദവുമില്ല. ഓർക്കണം, സ്വർഗത്തിലെ ഏകജാതനായ പുത്രനെയാണ് നമുക്ക് വേണ്ടി പിതാവാം ദൈവം ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, പിതാവാം ദൈവം സ്വർഗത്തിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മറ്റു ദൂതന്മാരെ അല്ല നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. സ്വർഗത്തിൻ്റെ നിറവായ ഏകജാതനായ പുത്രനെ തന്നെ നമുക്ക് തരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ യഹോവയെ ശുശ്രൂഷിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ഇതാ ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് അവൻ യഹോവയെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. എത്ര പേർക്ക് ഇത് ജീവിതത്തിൽ അവകാശപ്പെടുവാൻ കഴിയും? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ യഹോവയെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണോ? അതോ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം, ലോകത്തിൻ്റെ സമ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ലോകപരമായ കാര്യങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം കൊടുത്തിട്ട് സമയമുണ്ടെങ്കിൽ കർത്താവിനെ സേവിക്കാം എന്നതാണ് അങ്ങയുടെ ചിന്തയെങ്കിൽ വളരെ വ്യക്തമായി പറയട്ടെ, ദൈവത്തിന് അങ്ങയിൽ പ്രസാദിപ്പാൻ മനസ്സുണ്ടാകുകയില്ല. മറിച്ച് കർത്താവിൻ്റെ വേല ഏറ്റവും വലുതായി കണ്ട് ദൈവമൊരുക്കുന്ന ഏത് ജോലി നാം ചെയ്യുമ്പോഴും അതിലൂടെ ദൈവനാമ മഹത്വമാണ് എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് യഹോവയെ ശുശ്രൂഷിക്കുന്നവരായി തീരുവാൻ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ടെന്ന ആവശ്യമുണ്ട്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലും ഏറ്റവും വലിയ ഭാഗ്യം മറ്റെന്തിലാണ് ഒരു ദൈവ പൈതലിനെ കണ്ടെത്തുവാൻ കഴിയുക? മറ്റൊന്നിലും കണ്ടെത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ സമയം കർത്താവിനെ ശുശ്രൂഷിക്കുന്ന തലമുറകളെ നമുക്ക് തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കണം. അതിനു മുൻപേ നമ്മെ തന്നെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ഈ ചിന്ത ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാ നന്മകളും കൃപയും തുടർന്നും നൽകട്ടെ. തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.